നമസ്കാരം. ഓ ഓ ഓ ഓം നമോ നാരായണായ. ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം ശ്ലോകം 18 പാരായണം ചെയ്ത് അതിന് ആ ശ്ലോകത്തെപ്പറ്റി എന്താണ് പറയുന്നതെന്നൊന്ന് ചിന്തിക്കാം. ശ്ലോകം 18 ഉ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ ഉള്ളോരു കാലമിതമെന്നാകിലും വഴിയെ ചൊല്ലുന്നതാരു തിരുനാമങ്ങളെന്നവന് നല്ലു ഗതിക്കു വഴി. നാരായണായ നമ. 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 ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകളുള്ളൊരു കാലം. ഈ കാലം മനുഷ്യരുടെ മനസ്സിൽ നിറഞ്ഞ ഉറച്ച മതമാത്സര്യമുള്ള ഒരു കാലമാണ്. പ്രപഞ്ചത്തിൻ്റെ സർഗപ്രളയങ്ങളെ ഓരോന്നിനെയും ഓരോ കൽപ്പമെന്നാണ് പറയുന്നത്. ഒരു സർഗവും ഒരു പ്രളയവും ചേർന്നാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണെന്ന് പറയുന്നു. ബ്രഹ്മാവിൻ്റെ പകൽ സർഗവും രാത്രി പ്രളയവുമാണ്. ഒരു കൽപ്പമെന്ന് പറയുന്നത് 432 കോടി വർഷമാണ്. ഓരോ കൽപ്പവും 14 മന്വന്തരങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ മന്വന്തരവും 71 മഹായുഗങ്ങളായും ഓരോ മഹായുഗവും ഓരോ ചതുര്യുഗമായും വേർതിരിച്ചിട്ടുണ്ട്. സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 ചേർന്നതാണ് ഒരു ചതുര്യുഗമെന്ന് പറയുന്നത്. ഒരു ചതുർയുഗത്തിൻ്റെ ദൈർഘ്യം 43,20,000 വർഷമാണ്. ഓരോ യുഗത്തിൻ്റെയും കാലയളവ് ഒരുപോലെയുള്ള 4 കൂടി ചേർന്നാൽ 43,20,000 വർഷമാകും. സത്യയുഗം 17,20,000 വർഷമാണ്. ത്രേതായുഗം 12,96,000 വർഷം. ദ്വാപരയുഗം 8,64,000 വർഷവും കലിയുഗം 4,32,000 വർഷവുമാണ്. കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗമെന്ന് പറയുന്നത് സത്യത്തിൻ്റെ അഥവാ ധർമ്മത്തിൻ്റെ യുഗമാണ്. അതിനെ സുവർണയുഗമെന്നും പറയും. ആ യുഗത്തിൽ 100% സത്യധർമ്മങ്ങൾ നിലവിലുണ്ടായിരിക്കും. അധർമ്മചാരികളായി ജനങ്ങൾ ഒരിക്കലും തീരുകയില്ല. ത്രേതായുഗത്തിൽ ധർമ്മം 75% ഉള്ളൂ. 25% അധർമ്മമായിരിക്കും. ലോകജീവിതത്തെ ഒന്നായി കണക്കാക്കി അതിൻ്റെ 100%, 75% എന്നിങ്ങനെ ധർമ്മത്തെ കണക്കാക്കുന്നതായിരിക്കും നല്ലത്.
അഗ്നിത്രേതാഗരീയസി എന്നൊരു ശ്രുതിവാക്യമുണ്ട്. ഗാർഹപത്യം, ദാക്ഷിണാത്യം, ആഹവനീയം എന്നിവയാണ് ആ 3 അഗ്നികൾ. ഗാർഹപത്യം ഗാർഹികമായ കർമ്മങ്ങൾക്കും, ദാക്ഷിണാത്യം പിതൃകർമ്മങ്ങൾക്കും, ആഹവനീയം യാഗാദി കർമ്മങ്ങൾക്കും വേണ്ടി ജ്വലിപ്പിക്കപ്പെടുന്ന അഗ്നികളാണ്. അഗ്നിഹോത്രികൾ ഈ 3 അഗ്നികളെയും ആരാധിക്കുന്നവരാണ്. ത്രേതായുഗത്തിൽ ഈ 3 അഗ്നികൾക്കുള്ള പ്രാധാന്യം ത്രേതാശബ്ദം കൊണ്ട് ലഭിക്കുന്നു. ഈ 3 അഗ്നികളും യജ്ഞസംബന്ധികളായതുകൊണ്ട് ത്രേതായുഗത്തിലെ ധാർമ്മിക ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നവയുമാണ്. ദ്വാപര ശബ്ദത്തിന് സന്ദേഹമെന്നർത്ഥമുണ്ട്. അതിനാൽ ദ്വാപരയുഗം സന്ദേഹത്തിൻ്റെ യുഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ധർമ്മവും അധർമ്മവും 50% വീതമേ ദ്വാപരയുഗത്തിലുള്ളൂ എന്ന് പറയുന്നതും. കലി എന്ന ശബ്ദം ക്രോധവാചിയാണ്. അതിനാൽ കലിയുഗം ക്രോധത്തിൻ്റെ യുഗമാണ്. 75% അധർമ്മം പുലരുന്ന കാലമാണ് ഇത്. ഈ മന്വന്തരം ശ്വേതാശ്വതരം എന്ന് പറയുന്ന 7ാമത്തെ മന്വന്തരവും ആ മന്വന്തരത്തിലെ 28ാമത്തെ മഹായുഗത്തിലെ കലിയുഗവുമാണ്. കലിയുഗം കലഹത്തിൻ്റെ യുഗമെന്ന് പറഞ്ഞു. ഈ കലിയിൽ 75% അധർമ്മവും അസത്യവുമാണുള്ളത്. അതിനാൽ ജീവിതത്തിൻ്റെ 25% സാത്വികമായിട്ടുള്ളൂ. 25% മാത്രമേ കലിയുഗത്തിൽ സാത്വികമായിട്ട് ഉള്ളൂ. മറ്റേത് രജസ്സും തമസ്സും തന്നെയാണ്. രജസ് എന്ന് പറയുന്നത് വികാരങ്ങളുടെയും കർമ്മങ്ങളുടെയും ബീജമാണ്. തമസ്സോ ആലസ്യത്തിൻ്റെയും അജ്ഞതയുടെയും. രണ്ടിൻ്റെയും ആധിക്യം ഒരുമിച്ച് ചേർന്നുണ്ടാകുമ്പോൾ മനസ്സ് അസ്വസ്ഥമായി എന്തും ചെയ്യാൻ മടിക്കുകയില്ല. അപ്പോൾ മതമാത്സര്യാദികൾ ഏറുക തന്നെ ചെയ്യും. സ്വാർത്ഥത കൊണ്ട് മനുഷ്യൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള അധർമ്മ വിക്രിയകളെല്ലാം മോക്ഷത്തിന് ബാധകങ്ങളുമാണ്. എങ്കിലും തിരുനാമങ്ങൾ ആരു ചൊല്ലുന്നു അവന് തീർച്ചയായും ഗതിയുണ്ട്. രജസ് തമസ്സുകളുടെ അതിപ്രസരം വഴി ഉളവാകുന്ന ഞാനെന്നും എൻ്റേതെന്നുമുള്ള ദ്വന്ദ്വബോധം അഹന്തയ്ക്കും മതത്തിനും മാത്സര്യത്തിനും വഴിതെളിച്ച് ജീവിതം തന്നെ കൂടുതൽ അന്ധമായിത്തീരുന്ന ഈ യുഗത്തിൽ രക്ഷയ്ക്ക് ഉടൻ അവലംബമായി അയത്ന ലളിതമായി സ്വീകരിക്കപ്പെടാവുന്നതായിട്ട് നാമജപം ഒന്നു മാത്രമേ ഉള്ളൂ. ജപയജ്ഞത്തിൻ്റെ പ്രാധാന്യം യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ. ആ ഒരു അർത്ഥം, ജപയജ്ഞത്തിൻ്റെ പ്രാധാന്യം ഈ ശ്ലോകത്തിൽ നിന്നും തെളിയുന്നുമുണ്ട്. യജ്ഞാനാം ജപയജ്ഞോസ്മി. ഈ പ്രസ്താവം ഒരു ഉപദേശമാണ്. നമുക്ക് അതിൽ നിന്നും കുറച്ചൊക്കെ നല്ലത് പ്രതീക്ഷിക്കാം. എത്ര കണ്ട് മായാവശകനായാലും നിരാശനാകേണ്ടതില്ല. ജപിക്കൂ നാമം, കരകയറാം. മോക്ഷം കരഗതമാക്കുകയും ചെയ്യാം. അജാമിളൻ്റെ കഥ ഈ മതം സ്ഥാപിച്ചുകൊണ്ട് കുറേ ശ്ലോകങ്ങൾ കഴിയുമ്പോൾ ഉദാഹരിക്കുന്നുമുണ്ട്. അപ്പോൾ നാമജപമാണ് ഏറ്റവും പ്രധാനമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നു. അത് അയജ്ഞലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്, വളരെ ലളിതമായി. 18ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഉള്ളിൽ കനത്ത
മതമാത്സര്യമെന്നിവകൾ ഉള്ളൊരു കാലമിതമെന്നാകിലും വഴിയെ ചൊല്ലുന്നതാരു തിരുനാമങ്ങളന്നവന് നല്ലു ഗതിക്കു വഴി. നാരായണായ നമ. 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 ലോകാ സമസ്ത സുഖിനോ ഭവന്തു.